ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഗഡികളെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തുടങ്ങാറ്. സോ എന്തൊക്കെയുണ്ട് ഗഡികളെ, സുഖം തന്നെയല്ലേ? നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് എടുക്കാം. അതിനു മുന്നേ വീഡിയോ എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മുടെ സ്വന്തം ഷൈൻ നിഗം നായകനായി ഇനി അങ്ങനെയാണല്ലോ പറയാൻ, ലിറ്റിൽ ഹാർട്ട്സ് എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ടിരിക്കുകയാണ്. എൻ്റെ വ്യക്തിഗതമായ അഭിപ്രായമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ അടുത്ത് പങ്കിടുന്നത്. അപ്പോൾ അങ്ങനെ തുടങ്ങല്ലേ. സോ ഗൈസ്, നമ്മുടെ ഷൈൻ നിഗം നായകനായെത്തുന്ന ലിറ്റിൽ ഹാർട്ട്സ് എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഡേ, അതായത് ഇന്നാണ് ഫസ്റ്റ് ഡേ. ഇന്ന് 12 മണിയുടെ അല്ല 2 മണിയുടെ ഷോയ്ക്കാണ് ഞാൻ പോയി കണ്ടത്. പടത്തിനെ പറ്റി എനിക്ക് വലിയ എക്സ്പെക്റ്റേഷനൊന്നും ഉണ്ടായില്ല. കാരണം പടത്തിൻ്റെ ഞാൻ പറയാറുണ്ട്, എനിക്ക് ട്രെയിലർ കാണുന്ന ശീലമില്ല. സോ ഞാൻ ഈ പടത്തിൻ്റെ ട്രെയിലർ കാണാൻ തന്നെയാണ് പോയത്. ബട്ട് ഗൈസ്, ഈ പടം കിടിലം പടം. നമ്മുടെ ഗുരുവായൂരമ്പലനടയിലിന് ശേഷം ഒരു നല്ലൊരു സ്ട്രെസ് റിലീസ് എൻ്റർടൈനർ, അതായത് ഗുരുവായൂരമ്പലനടയിലാണ് ഞാൻ അങ്ങനെ ഒരു പേര് കേട്ടത്, സ്ട്രെസ് റിലീസ് എൻ്റർടൈനർ. അങ്ങനെ ഒരു സിനിമ തന്നെയായിട്ട് വേണം പറയാനായിട്ട്. അതായത് കുടുംബത്തിൻ്റെ ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ കൂടാതെ തന്നെ കോമഡി കാര്യങ്ങളൊക്കെ. നമ്മളൊന്ന് ഷൈൻ നിഗത്തിന് ഇത്ര നന്നായിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ ഫലിപ്പിക്കാൻ പറ്റുന്നുള്ളതിനാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയത്. പിന്നെ ബാബുരാജ് പല സിനിമകളിലൂടെ നമുക്ക് തെളിയിച്ചാണ് ആൾക്ക് കോമഡി നന്നായിട്ട് വരുന്നു, വഴങ്ങുന്നു. സോൾട്ട് ആൻഡ് പെപ്പറിലായാലും ഹണി ബീയിലായാലും ആൾ തെളിയിച്ചതാണ് ആൾക്ക് കോമഡി വേഷങ്ങൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതിലൂടെ ആൾ ഒന്നും കൂടി ഉറപ്പിക്കുകയാണ് ആ സ്ഥാനം. കോമഡി എന്ന റോള് ആൾ കിടിലനായിട്ട് ചെയ്യുന്നു. പിന്നെ ഓരോ ക്യാരക്ടേഴ്സ് ആയാലും പ്ലേസ്മെൻ്റ് ആയാലും കൃത്യമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാവുന്ന സിനിമകൾ GCC കൺട്രികളിൽ ബാൻ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. അവസാനം ഞാൻ ആഗ്രഹമുള്ളവരോട് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത്, പിന്നെ സിനിമയിൽ എനിക്ക് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സിനിമയിൽ കുറച്ചധികം പാട്ടുകളുണ്ട്. പാട്ടുകളെന്ന് പറയുന്നത് മറ്റേ ബാക്കി സിനിമകളെ പോലെ മിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം കഥയോടെ ഇണങ്ങി ചേരുന്നത്, അതായത് മറ്റേ പാട്ടിന് വേണ്ടി മാത്രം ഒരു സെപ്പറേറ്റ് ഇത് അങ്ങനെയൊന്നുമല്ല. കഥയായിട്ട് എങ്ങനെ എഴുതി ചേർന്ന് പോകാൻ പറ്റുന്നോ അങ്ങനെ പോകാൻ പറ്റുന്ന പാട്ടുകളാണ് ലിറ്റിൽ ഹാർട്ട്സ് എന്ന് പറയുന്നത് ഈ സിനിമയിലുള്ളത്. പിന്നെ ഈ സിനിമയുടെ ഡ്യൂറേഷൻ എത്രയാണെന്ന് എനിക്ക് 2 മണിക്കൂറോ മറ്റോ ഉള്ളൂ ഈ സിനിമയുടെ ഡ്യൂറേഷൻ. ഞാൻ 2 മണിക്ക് കയറിയിട്ട് ഒരു 4:15 ഇപ്പോൾ ഇൻ്റർവെല്ലടക്കം 4:15 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയം അന്ന് മറന്ന് ചിരിക്കാനായിട്ട് പറ്റിയൊരു സിനിമ തന്നെയാണ് ലിറ്റിൽ ഹാർട്ട്സ് എന്ന് തന്നെ വേണം നമുക്ക് പറയാനായിട്ട്. ഫസ്റ്റ് ഹാഫൊക്കെ കിടിലനായിട്ട് തന്നെയാണ് പോകുന്നത്. സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ചില സ്ഥലത്ത് നമുക്കിങ്ങനെ ഒരു ചെറിയ വലിച്ചിൽ പോലെ തോന്നുമെങ്കിലും അത് ചിലർക്ക് തോന്നുള്ളൂ. എനിക്കൊന്നും അത്ര ഇതായിട്ട് തോന്നിയില്ലെങ്കിലും ചിലർക്ക് തോന്നാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടതാണ്, എടുത്തു പറയാൻ ആരുടെയും ക്യാരക്ടേഴ്സ് ഇതായിട്ടില്ല. നമ്മുടെ എസ്തറ്റിക് മുത്തമ്മ, അത് എത്ര പേർക്ക് എനിക്ക് അറിയില്ല. മിക്ക സിനിമകളിലെയും പോസ്റ്ററുകൾ, അതായത് മിക്ക ബിഗ് ബഡ്ജറ്റ് സിനിമകളിൽ ഇപ്പം മലയാളത്തിൽ ഫോർ എക്സാമ്പിൾ പൂക്കാലം, അന്വേഷിപ്പിൻ കണ്ടെത്തും, ഭ്രമയുഗം, ഇതിനൊക്കെ പോസ്റ്റർ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഈ എസ്തറ്റിക് മുത്തമ്മ. അതിലെ മെയിൻ ആളിലാണ് നമ്മുടെ പൂക്കാലത്തിൽ മറ്റേ ഗിന്നസ് ആ ചെക്കനായിട്ട് വന്നിട്ടുള്ളത്. ആൾ തന്നെ ആണ് ഈ സിനിമയിലും ഒരു ബംഗാളിയുടെ വേഷം ചെയ്തിട്ടുണ്ട്. ട്രെയിലറിലുണ്ടോയെന്നറിയില്ല, ട്രെയിലറിലുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആൾ കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയിൽ നമ്മൾ മറക്കാത്തൊരു ക്യാരക്ടറാണ്. അതായത് ഷൈൻ നിഗവും ബാബുരാജൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലേറ്റവും കൂടുതൽ തങ്ങി നിൽക്കാൻ ചാൻസ് ഉള്ളത് ആ ഒരു ബംഗാളി ക്യാരക്ടറാണ്. കിടിലനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആളൊരു സ്ലാങ്ങും ആൾക്ക് ആക്ടിങ്ങിൽ നല്ലൊരു ഭാവി ഉണ്ടെന്ന് ആൾ വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സിനിമയിലൂടെ കൂടി. സോ ഞാൻ എൻ്റെ ഈ ചെറിയ റിവ്യൂ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഞാൻ 10 സിനിമയ്ക്കൊരു 8.9 കൊടുക്കും, കാരണം അത്രയ്ക്ക് കിട്ടുള്ള മൂവിയാണ്. പിന്നെ ഞാൻ ഈ സിനിമയുടെ കണ്ട ദിവസം തന്നെ ഗജനി എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു സൂര്യയുടെ. അതിൻ്റെ റിവ്യൂ ഞാൻ നാളെ ഇടുന്നതായിരിക്കും. സോ ഇന്ന് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ സിനിമ GCC കൺട്രീസിൽ ബാൻ ചെയ്യാനുള്ള കാരണം അറിയേണ്ടവർ മാത്രം ഇതിനൊട്ട് അങ്ങോട്ട് കാണാൻ ശ്രമിക്കുക. ചിലപ്പോൾ സ്പോയിലർ ആയേക്കാം. സോ ഇതിൽ കുറച്ച് ഗേ കണ്ടൻസ് ഉള്ളതുകൊണ്ടാണ് ഈ സിനിമ GCC കൺട്രീസിൽ ബാൻ ആവാൻ കാരണം. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഞാനിവിടെ വെച്ച് ഉപസംഹരിക്കുകയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ്.